ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രനെതിരെ ആരോപണങ്ങൾ ഉയർത്തിയ ദല്ലാൽ ടി.ജി. നന്ദകുമാറിനെ പുന്നപ്ര പോലീസ് ചോദ്യം ചെയ്യും. ഈ മാസം 9-ന് ഹാജരാകാൻ നന്ദകുമാറിന് നോട്ടീസ് നൽകി. ശോഭാ സുരേന്ദ്രൻ നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി. വ്യക്തിഹത്യ, സ്ത്രീത്വത്തെ അവഹേളിക്കൽ എന്നിവയ്ക്കെതിരെയാണ് ശോഭ പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് ബി.ജെ.പി. ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ തട്ടിപ്പുകാരിയാണെന്നും തനിക്ക് തിരികെ നൽകാനുള്ള 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ടും തിരികെ നൽകിയില്ലെന്നാരോപിച്ച് ടി.ജി. നന്ദകുമാർ വാർത്താ സമ്മേളനം വിളിച്ചത്. ശോഭാ സുരേന്ദ്രന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് അഡ്വാൻസ് തുകയായി 10 ലക്ഷം രൂപ നൽകിയത്. പിന്നീട് അന്വേഷിച്ചപ്പോൾ ശോഭയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളിൽ പ്രശ്നമുണ്ടായിരുന്നുവെന്ന് വ്യക്തമായി. പണം തിരികെ ആവശ്യപ്പെട്ടിട്ടും പണം നൽകിയില്ലെന്നായിരുന്നു നന്ദകുമാറിന്റെ ആരോപണം. ശോഭ അന്യായമായി കൈവശം വെച്ച ഭൂമിയാണ് വിൽക്കാൻ ആവശ്യപ്പെട്ടത്. ശോഭാ സുരേന്ദ്രന്റെ സംരക്ഷണ ഭർത്താവ് മോഹൻദാസിന്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസന്ന മോഹൻദാസ് അറിയാതെ കൈവശപ്പെടുത്തിയ ഭൂമിയാണിത്. സംരക്ഷണ ഭർത്താവിന്റെ ഭാര്യ പ്രസന്നയുടെ പേരിലായിരുന്നു ഭൂമി ഉണ്ടായിരുന്നത്. അത് വ്യക്തമായതോടെ ഇക്കാര്യം ശോഭയോട് ചോദിച്ചു. ശോഭ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ വിവരങ്ങളിലും ഈ ഭൂമിയുടെ വിവരമില്ല. ഇക്കാര്യത്തിൽ വ്യക്തത തേടി 2 കത്ത് നൽകിയെങ്കിലും അതിന് മറുപടി നൽകിയില്ല. ഇതായിരുന്നു നന്ദകുമാർ ഏപ്രിൽ 25-ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അനിൽ ആന്റണിക്കെതിരെയും നന്ദകുമാർ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചതായി ബി.ജെ.പി. ആരോപിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നായിരുന്നു ആക്ഷേപം. ബി.ജെ.പിക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലാണ് നന്ദകുമാർ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് എന്നാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. എന്നാൽ ഇതേസമയം ആലപ്പുഴയിൽ തന്നെ തോൽപ്പിക്കാൻ ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി വി. മുരളീധരൻ ഇടപെട്ടെന്ന ഗുരുതര ആരോപണവുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നിട്ടുണ്ട്. ബി.ജെ.പി. ആലപ്പുഴ അവലോകന യോഗത്തിലാണ് വി. മുരളീധരനെതിരെ ശോഭാ സുരേന്ദ്രന്റെ ഈ രൂക്ഷ വിമർശനം. അനാവശ്യ ഇടപെടലുകൾ അനുവദിക്കരുതെന്നായിരുന്നുവെന്ന് പറഞ്ഞ ശോഭ ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയുടെ ജില്ലാ വിശ്വസ്തൻ വഴിയാണ് ഇടപെട്ടതെന്നും ആരോപിച്ചു. ജില്ലയിലെ 326 ബൂത്തുകൾ ആദ്യഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നില്ലെന്ന് യോഗത്തിൽ ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. 14 ദിവസം കഴിഞ്ഞാണ് തന്റെ പോസ്റ്റർ പോലും ഒട്ടിച്ചതെന്നും മറ്റ് സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററും ഫ്ലെക്സും നിറഞ്ഞതിനു ശേഷം മാത്രമാണ് തന്റെ പോസ്റ്ററുകൾ രംഗത്ത് വന്നതെന്നും ആലപ്പുഴ സ്ഥാനാർത്ഥി ആരോപിച്ചു. തന്റെ മാനേജർക്ക് വാഹനം പോലും നിഷേധിച്ചു. ബാക്കി ഫലപ്രഖ്യാപനത്തിനു ശേഷം പറയാം. ആത്മാർത്ഥമായി പ്രവർത്തിച്ചവർക്ക് നന്ദി. ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെയായിരുന്നു പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം ഇ.പി. ജയരാജൻ ബി.ജെ.പി. വിവാദത്തിൽ ശോഭാ സുരേന്ദ്രൻ, ദല്ലാൽ നന്ദകുമാർ, കെ.പി.സി.സി. അധ്യക്ഷൻ കെ. സുധാകരൻ എന്നിവർക്കെതിരെ എൽ.ഡി.എഫ്. കൺവീനറും സി.പി.എം. കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ.പി. ജയരാജൻ മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ആരോപണങ്ങൾ പിൻവലിച്ച് ഉടൻ മാധ്യമങ്ങളിലൂടെ മാപ്പ് അപേക്ഷിക്കണമെന്നും അല്ലാത്തപക്ഷം സിവിൽ, ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയരാകണമെന്നും 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചത്. തന്നെയും പാർട്ടിയെയും അധിക്ഷേപിക്കുന്നതിനും കരിവാരി തേക്കുന്നതിനും വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ആരോപണങ്ങളെന്നും ഇ.പി. വക്കീൽ നോട്ടീസിൽ ആരോപിക്കുന്നു.